യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നിടത്ത് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും ജീവനും നമ്മൾ വ്യാപരിക്കുക. അത് രോഗികൾക്ക് സൗഖ്യമായി തീരുന്നു, അനേക പാപബന്ധനങ്ങളിൽ കിടക്കുന്നവർക്ക് വിടുതലായി തീരുന്നു, ആത്മാക്കൾക്ക് വലിയ ഉണർവേകുന്നു. ഒരു ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ദൈവവചനം നമ്മെ നയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവവചനം പങ്കുവെക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളമാണ്. കഴിഞ്ഞ 30 വർഷത്തോളമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് നിന്ന് അതിൻ്റെ ആരംഭം മുതൽ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛനോടൊപ്പം ബഹുമാനപ്പെട്ട പനക്കൽ അച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് ആ മിനിസ്ട്രിയുടെ ആരംഭം മുതൽ ദൈവവചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ഇന്ത്യയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലും വിദേശങ്ങളിലെ അനേക രാജ്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി വചനം പങ്കുവയ്ക്കുകയും ദൈവിക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇന്ന് നമുക്ക് വചനം പങ്കുവെക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ഈ വചനവേദിയിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങൾ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ. നമുക്ക് ആവശ്യമുള്ള വചനങ്ങളെ സന്ദേശങ്ങളെല്ലാം അവിടുന്ന് നമുക്ക് നൽകട്ടെ. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ദൈവത്തിൻ്റെ മഹത്വവും രൂപാന്തരീകരണവും സൗഖ്യവും മാനസാന്തരവും അഭിഷേകവും എല്ലാം ലഭിക്കുമാറാകട്ടെ. സ്നേഹതയും നല്ലവനുമായ കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുള്ള സകല ജനത്തിൻ്റെയും മേൽ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന നിൻ്റെ പവിത്രമായ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം നിറവേറ്റി നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ പ്രിയപുത്രനോട് നീ പ്രാർത്ഥിക്കണമേ. നിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്കെന്നും കോട്ടയും സങ്കേതവുമായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വീഴ്ചയുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. 119 സങ്കീർത്തനത്തിൻ്റെ 130 വചനം ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: അങ്ങയുടെ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ അവിടെ പ്രകാശം പരക്കുന്നു, അത് എളിയവർക്ക് അറിവ് പകരുന്നു. എന്താണ് വചനത്തിൻ്റെ ചുരുൾ അഴിയപ്പെടുക എന്ന് പറഞ്ഞാൽ? വചനത്തിൻ്റെ ചുരുൾ അഴിയപ്പെടുന്നത് വചനപ്രഘോഷണം നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇവിടെ ദൈവവചനത്തിൻ്റെ ചുരുൾ അഴിയപ്പെടുകയാണ്. അങ്ങനെ വചനത്തിൻ്റെ ചുരുൾ അഴിയപ്പെടുന്ന സമയം അവിടെ നടക്കുന്ന വലിയൊരു അത്ഭുതം, അവിടെ പ്രകാശം പരക്കും എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് അപ്പോൾ പ്രകാശം? പ്രകാശം അത് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ വചനപ്രഘോഷണം നടക്കുന്ന സമയത്ത് ആ വേദിയിൽ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം യേശു സാന്നിധ്യം നമുക്കുണ്ട്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ അവിടെ വചനം പ്രഘോഷിക്കുന്നു, അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ അവിടെ എളിയവർക്ക് അറിവ് ലഭിക്കുന്നു, ജ്ഞാനം. നമുക്ക് ലോകത്തിൻ്റെ ഒത്തിരി അറിവുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആ വ്യക്തികൾക്ക് ദൈവിക ജ്ഞാനം ലഭിക്കണമെന്നില്ല. അപ്പോൾ ദൈവിക ജ്ഞാനം ലഭിക്കണമെങ്കിൽ വചനം ശ്രവിക്കുമ്പോൾ
യേശു സാന്നിധ്യം നമുക്ക് ജ്ഞാനം തരുന്നു, അറിവ് തരുന്നു. ഈ സമയം അതിനു വേണ്ട കൃപ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാകണം നമ്മുടെ ജീവിതത്തിൽ. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറണം. നമുക്കറിയാം, ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഒരു വചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ യേശു പ്രാർത്ഥിക്കുവാൻ ഇരുന്നു. രാത്രി മുഴുവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ അവൻ ചിലവഴിച്ചു. അപ്പം നമ്മളിപ്പോൾ ഒരു രാത്രി പ്രാർത്ഥിക്കാനായിരിക്കുന്നു. എന്നാൽ യേശു പ്രാർത്ഥിക്കാനിരുന്നത് 1-ൽ കൂടുതൽ ദിവസങ്ങൾ രാത്രി പ്രാർത്ഥിക്കാനിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർന്നിരിക്കണം. എന്തിനാണ് ഈ രാത്രിയിൽ യേശു പ്രാർത്ഥിക്കാനിരുന്നത്? അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു. അപ്പോൾ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? ശിഷ്യന്മാരെയെല്ലാം അടിച്ചു വിളിച്ച് അവരിൽ നിന്നും 12 പേരെ തെരഞ്ഞെടുത്തു. ഈ 12 പേരെ തെരഞ്ഞെടുത്ത ശേഷം അവർക്കൊരു പേര് നൽകി, അപ്പസ്തോലന്മാർ. അപ്പോൾ ഈ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് 1-ൽ കൂടുതൽ ദിവസം യേശു ഉറങ്ങാതെ രാത്രിയിൽ പ്രാർത്ഥിച്ചിരിക്കണം. അതാണ് പറയുന്നത്. എന്നിട്ട് ശിഷ്യന്മാരനേകമുണ്ട്, പക്ഷേ അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന നമ്മെയും ഇതുപോലെ കർത്താവ് തിരഞ്ഞെടുക്കുന്നവരായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് യേശുവിൻ്റെ ശിഷ്യരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യപ്പെട്ട കാര്യം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ആവശ്യപ്പെട്ടത് ഇതാണ്: ഞങ്ങൾക്ക് പിതാവിനെ നീ കാണിച്ചു തരണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങൾക്ക് പിതാവിനെ നീ കാണിച്ചു തരണം. ഈ പിതാവിനെ കാണാനുള്ള ആഗ്രഹം ഫിലിപ്പോസിനും ബാക്കി ശിഷ്യന്മാർക്കും ഉണ്ടാകാൻ കാരണം, യേശു എപ്പോഴും ഈ പിതാവിനെക്കുറിച്ച് പറയുമായിരുന്നു. ഇങ്ങനെ എപ്പോഴും പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പിതാവിനെ കാണണമെന്നൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഫിലിപ്പോസ് പറഞ്ഞു, 8-ാമത്തെ വാക്യമാണിത്: പിതാവിനെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. അപ്പൊ പെട്ടെന്ന് ഫിലിപ്പോസ് പറഞ്ഞൊരു വാക്കായത്. മറ്റു 11 പേരോടും ഇത് ആലോചിച്ചില്ല. അപ്പൊ ഫിലിപ്പോസ് അങ്ങനെ പറയുമ്പോൾ ബാക്കി 11 പേരും കൂടെ പറയുകയാണെന്നിരിക്കട്ടെ, ഞങ്ങൾക്കത് മതി എന്ന് നീ തീരുമാനിച്ചാൽ മതിയോ? പക്ഷേ ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്കത് മതി. എനിക്ക് കാണിച്ചു തരിക, എനിക്കത് മതി എന്നല്ല പറഞ്ഞത്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി. അവർ ഒരാൾ എന്തു പറഞ്ഞാലും അത് എല്ലാവർക്കും വേണ്ടിയായിരിക്കും. എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു ശിഷ്യഗണങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർക്കുണ്ടായ വലിയൊരു പ്രത്യേകത. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ആരും അതിനെതിരില്ല. അപ്പോൾ യേശു ഫിലിപ്പോസിനോട് തിരിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ഫിലിപ്പോസേ, ഈ കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ പിതാവിനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു.
അപ്പൊ ഫിലിപ്പോസിന്റെ ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നില്ല യേശു പറഞ്ഞത്. പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടില്ലേ എന്നല്ല, പിതാവിനെ കണ്ടില്ലേ എന്നാ. അപ്പോ മിണ്ടിയില്ല, അവർക്കൊരു പിടി കിട്ടുന്നില്ല. അവിടെ യേശു പറഞ്ഞു, എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കാണുന്നു. യേശു ക്രിസ്തു ആരാണ്, യേശു ആരാണ് എന്നുള്ള അജ്ഞതയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പരാജയം. യേശു ആരാണെന്ന് അറിയേണ്ടതുപോലെ അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. യേശു ആരാണ്? യേശു പിതാവായ ദൈവത്തിൻ്റെ മറ്റൊരു പ്രതിരൂപമാണ്. അതാണ് യേശു പറഞ്ഞത്, എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കാണുന്നു. അപ്പൊ പിതാവായ ദൈവം എന്താണോ അത് ലോകത്തിന് വെളിപ്പെടുത്തി നൽകുന്നതിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അപ്പൊ യേശുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയക്കുമ്പോൾ പിതാവായ ദൈവത്തിന് പ്രത്യേക പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളെല്ലാമുണ്ട്. ചുമ്മാതങ്ങ് അയച്ചതല്ല. യെശയ്യാ പ്രവചനം 55 11 വാക്യം പറയുന്നുണ്ട്, എൻ്റെ വചനം ഫലരഹിതമായി തിരിച്ചു വരികയില്ല. എന്താണ് ഇവിടെ യെശയ്യാ പറയുന്ന വചനം? വചനം അത് ദൈവമാണ്, ആ ദൈവം യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ഈ ദൈവമായ വചനം ആദിയിലെ ഉണ്ട്. അത് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കാലത്തിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ ലോകത്തിലേക്ക് അവതരിച്ചു. വെളിപാടിൻ്റെ പുസ്തകം 19:13 പറയുന്നുണ്ട്, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പൊ ഈ വചനം യേശുവാണ്. അപ്പൊ ഉദ്ദേശമുണ്ട്, ഞാൻ എൻ്റെ വചനം ഫലരഹിതമായി തിരിച്ചു വരാനല്ല അയച്ചത്. അടുത്തത് പറഞ്ഞു, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. അപ്പൊ നമുക്ക് മറ്റൊരാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ പറ്റുമോ? പറയാതെ അറിയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഞാൻ പറയാതെ തന്നെ എൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ എന്തിനാണ് ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചതെന്ന് ഞാൻ പറയാതെ തന്നെ പുത്രനെ അറിയാം. അതാ പറഞ്ഞു, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഇനി 2, ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം വിജയപ്രദമായി ചെയ്യും. പിതാവ് ഏൽപ്പിച്ച ദൗത്യം എന്താണ്, അത് വിജയപ്രദമായി ചെയ്യും. ഇതാണ് പുത്രനെ ഏൽപ്പിച്ച ദൗത്യം. അപ്പൊ എന്താണ്, താൻ ആരാണ്, താൻ എന്താണ്, തൻ്റെ സ്വഭാവം എന്താണ്, ഇതെല്ലാം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. അതിന് ദൈവം പുത്രനെ അയക്കുന്നുണ്ട്. ഇവിടെ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ, അവിടെ 9-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ എന്നാണ് വാക്ക്. അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നമ്മളും പൂർണ്ണത പ്രാപിക്കേണ്ടത്. അപ്പം അപൂർണതയുള്ള മനുഷ്യൻ പൂർണ്ണത പ്രാപിക്കണം, ഇത് ഇവനിലൂടെ പൂർത്തീകരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എന്താണ് മനുഷ്യൻ്റെ അപൂർണത? അപൂർണതയുള്ള മനുഷ്യന് ഒരിക്കലും
നിത്യജീവൻ ലഭിക്കുകയില്ല. അപ്പം ഈ അപൂർണത എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് മനുഷ്യന് പൂർണ്ണത നഷ്ടപ്പെടുന്നു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത യേശുവിൽ നിറഞ്ഞതുപോലെ നമ്മളിലും ഉണ്ടാകണം. അത് നമ്മളിലില്ല. അപ്പം നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കണം, പാപരഹിതരാക്കണം. അല്ലെങ്കിൽ ബലഹീനതകൾ മറ്റു പലതും മൂലം ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പൂർണ്ണത നഷ്ടപ്പെടുത്തി. അത് പറഞ്ഞ് അവനിലൂടെ നാം എല്ലാവരും പൂർണ്ണത പ്രാപിക്കണം. അതിന് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിരിക്കുന്ന നമ്മുടെ അടുത്ത് ഈ ഹാളിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി ദുർഗന്ധമുള്ള ഒരു വസ്തു കൊണ്ടുവന്ന് വെച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു തീരുമാനമെടുക്കുക, ആ കൊണ്ടുവന്ന വെച്ച വ്യക്തിയോട് ഞങ്ങൾ അങ്ങ് ക്ഷമിക്കുന്നു. ക്ഷമിക്കുമ്പോൾ ഫലമുണ്ടാകണം. അപ്പോൾ നമ്മൾ ക്ഷമിച്ചത് കൊണ്ട് അതിൻ്റെ പരിണിത ഫലം ഇവിടെ ഇല്ലാതെ വരുന്നില്ല. ആ പരിണിത ഫലം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പരിണിത ഫലം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു നല്ല വ്യക്തി എഴുന്നേറ്റ് വന്ന് ഈ വസ്തു സ്വയം ഏറ്റെടുത്ത് അതും കൊണ്ട് അങ്ങോട്ട് പോയി. ഈ വ്യക്തി ഇത് ഏറ്റെടുക്കുന്നതിലൂടെ ഇവിടെ നമ്മളിൽ എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ പരിണിത ഫലത്തിൽ നിന്നും മോചിതരാകുന്നു. ഇത് തന്നെയാണ് നമ്മളിൽ പൂർണ്ണത ലഭിക്കുവാൻ യേശുക്രിസ്തു ചെയ്തത്. ഇതാണ് പുത്രനെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ. യേശു എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത്? അത് ഏറ്റെടുത്തത് പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 2:24 പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി മരിച്ചു. ഈ കുരിശിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢതകളാണിതെല്ലാം. നമ്മൾ കുരിശിലേക്ക് നോക്കിയാൽ കുരിശിൽ നമുക്ക് ആണികളിൽ കുരിശിൽ കിടക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. പിന്നെയും നോക്കിയാൽ രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്, മുറിവുകളുണ്ട്, മുൾമുടിയുണ്ട്. എന്നാൽ അദൃശ്യമായി നമുക്ക് കാണാൻ പറ്റാത്ത ഒന്ന് ഇതാ പത്രോസ് എഴുതി വച്ചിരിക്കുന്നു: നമ്മുടെ പാപങ്ങൾ ആ ശരീരം ഏറ്റെടുത്തു. ഇതുകൊണ്ടാണ് യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ യേശുവിനെ കണ്ടുകൊണ്ട് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് പറയുന്നുണ്ട്: ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് യോഹന്നാൻ 1:29 എഴുതിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വഹിക്കുവാൻ നിയോഗിതനായിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പൊ യേശുവിനെ ഇങ്ങനെ ആയിരുന്നോ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടിയിരുന്നത്? കുഞ്ഞാട് എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കുവാൻ ചില കാരണങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? അവർക്ക് പഴയ നിയമത്തിലേക്കൊന്ന് പോകേണ്ടി വരും. ഈ പഴയ നിയമത്തിൽ ലേവ്യർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ ലേവ്യരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 24 മുതൽ വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. പാപം ചെയ്ത മനുഷ്യൻ പരിഹാര ബലി അർപ്പിക്കണമെന്ന് ദൈവം പറയുന്നുണ്ട്. പാപം ചെയ്താൽ അതിന് പരിഹാര ബലി അത്യാവശ്യമാണ്. അപ്പൊ അന്ന് ദൈവം അതിനു വേണ്ടി മോശയുമായി ഒരു ഉടമ്പടി നടത്തുന്നുണ്ട്. ഈ ഉടമ്പടിയുടെ പേരാണ് ആദ്യത്തെ ഉടമ്പടി. ഈ ഉടമ്പടി നമുക്കറിയില്ലെങ്കിൽ പിന്നെ നമുക്ക്
ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഈ ആദ്യത്തെ ഉടമ്പടി, അതിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാ, പാപ പരിഹാര ബലി എന്നാണ്. എന്നിട്ട് ദൈവം മോശയോട് പറഞ്ഞു, നീ അഹറോനോടും പുത്രന്മാരോടും പറയുക, പാപപരിഹാര ബലി അർപ്പിക്കുവാൻ. മോശ ബലി അർപ്പിച്ചാൽ പോരെ. മോശയോട് പറയുന്നു, നീ ഇത് അഹറോനോടും പുത്രന്മാരോടും പറയണം, പാപപരിഹാര ബലി അർപ്പിക്കുവാൻ. എന്താണ് അഹറോനും മോശയും തമ്മിലുള്ള വ്യത്യാസം? അഹറോൻ പുരോഹിതനാണ്. പാപപരിഹാര ബലി അർപ്പിക്കുവാൻ പുരോഹിതനെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ പുരോഹിതൻ ഈ ബലി അർപ്പിക്കുമ്പോഴാണ് ഈ യഥാർത്ഥ പാപപരിഹാര ബലി അർപ്പിക്കപ്പെടുന്നത്. അതിന് അഹറോനെ നീ ഈ ചുമതല ഏൽപ്പിക്കണം. എന്നിട്ട് കർത്താവ് ചില നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്. പാപപരിഹാര ബലിക്ക് ഇനിയും ഒരു പ്രത്യേക ബലിപീഠം സജ്ജമാക്കേണ്ട. ദഹനബലി അർപ്പിച്ചിരുന്ന ബലിപീഠം പാപപരിഹാര ബലിക്ക് ഉപയോഗിക്കുക. എന്നിട്ട് പറഞ്ഞു, അഹറോൻ ബലി അർപ്പിക്കാൻ വരുമ്പോൾ പ്രത്യേക വസ്ത്രങ്ങൾ അണിയണം. അത് നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ ബലി അർപ്പിക്കാൻ വരുന്ന വൈദികൻ. അപ്പോൾ അതുവരെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളല്ല ധരിക്കുന്നത്. എന്നിട്ട് ബലിപീഠത്തിൽ 2 പാത്രങ്ങൾ കൊണ്ടുവരണം. ബലിമൃഗത്തെ കൊണ്ടുവരണം. ഈ ബലിപീഠത്തിൽ വെച്ച് ഈ ബലിമൃഗം വധിക്കപ്പെടണം. വധിക്കപ്പെടുന്ന ബലിമൃഗത്തിൻ്റെ മാംസം ഒരു പാത്രത്തിലും മറ്റൊരു പാത്രത്തിൽ അതിൻ്റെ രക്തവും ശേഖരിക്കണം. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഇത് അതിവിശുദ്ധമാണ്. വിശുദ്ധമെന്ന വാക്കല്ല അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അതിവിശുദ്ധമാണ്. ഇതിൽ തൊടുന്നവർ വിശുദ്ധരായിത്തീരും. ഇത് സ്പർശിക്കുന്നവർ വിശുദ്ധരായിത്തീരും എന്ന് വചനം പറയും. എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണതയുള്ളവരായി തീരും. എന്നിട്ട് പുരോഹിതൻ ബലിപീഠത്തിൽ വെച്ച് ഈ ബലിമൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കണം. അതിൻ്റെ രക്തം പാനം ചെയ്യണം. അപ്പോഴും പാപപരിഹാര ബലി പൂർത്തിയാകുന്നില്ല. പിന്നീട് ബലിപീഠത്തിൽ നിന്നും ഇതിൻ്റെ മാംസവും രക്തവും പുരോഹിത ഗണത്തിന് പുരോഹിതൻ കൊടുക്കണം. എന്നിട്ട് പുരോഹിതൻ ബലിപീഠത്തിലേക്ക് തിരിച്ചു വരണം. ബലിപീഠത്തിൽ വരുന്ന പുരോഹിതൻ ഇത് പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ എന്ത് ചെയ്യണം? 2 തരം പാത്രങ്ങൾ അവിടെ ഉപയോഗിക്കാമെന്ന് കർത്താവ് കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മൺപാത്രങ്ങൾ ഉപയോഗിക്കാം. മൺപാത്രമാണെങ്കിൽ അത് ബലിപീഠത്തിൽ വെച്ച് തന്നെ ഉടച്ചു കളയണം. മറ്റൊന്നിനും ഈ പാത്രം ഉപയോഗിക്കാൻ പാടില്ല. ഓട്ടുപാത്രമാണെങ്കിൽ ബലിപീഠത്തിൽ വെച്ച് അത് പുരോഹിതൻ കഴുകണം. അടുത്ത ബലി അർപ്പിക്കുവാൻ ഞാൻ ചെറുപ്പത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈ ചെറിയൊരു കുപ്പിയിലെ വെള്ളം ഈ കാസായിൽ ഒഴിച്ച് അത് കഴുകിയിട്ട് അത് കുടിക്കും വൈദികൻ. എന്നിട്ട് ഒരു ചെറിയ തുണി കൊണ്ട് ഇങ്ങനെ തുടയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാ, ഇത് സിസ്റ്റേഴ്സിൻ്റെയിലൊക്കെ കൊണ്ട് കൊടുത്താൽ നല്ല സോപ്പിട്ട് നന്നായിട്ട് കഴുകത്തില്ലേ? എന്നാൽ ദൈവം നിയമം കൊടുത്തപ്പോൾ വിശുദ്ധമായവ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കണം
എന്ന് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആദ്യത്തെ ഉടമ്പടി ഒരു നിയമമായിട്ട് പാപപരിഹാരത്തിന് ദൈവം കൊടുത്തത്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമാകും? ഇതിങ്ങനെയൊക്കെ കാണിക്കുന്നത് വികൃതമായിട്ട് നമുക്ക് തോന്നാം. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. അതായത് സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാൻ, അവൻ കുഷ്ഠരോഗിയായിരുന്നു. അപ്പം ജെറുസലേമിൽ ദൈവദാസനായ ഏലീശായുടെ അടുത്തു ചെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ കുഷ്ഠം മാറുമെന്ന് ഈ നാമാന്റെ വീട്ടിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു. ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു അവിടെ. ഇപ്പൊ ഈ ആര് പറയുന്നതും അനുസരിക്കുന്ന ഒരവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. ഈ കുഷ്ഠം മാറണമെങ്കിൽ എന്തു ചെയ്യണം? അപ്പൊ ഈ അടിമപ്പെണ്ണ് പറഞ്ഞു, ദൈവദാസന്റെ അടുത്ത് എന്നാൽ നിനക്ക് സൗഖ്യം കിട്ടും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാ. ദൈവത്തെ അറിയാതെയും പോകാതെയും ഒക്കെ ഇരുന്ന ഞാൻ ഇതുപോലൊരവസ്ഥയിൽ എത്തുമ്പോൾ ആര് പറയുന്നു അനുസരിക്കും. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ തീരുമാനിച്ചു. നേരെ അവിടുന്ന് രാജാവിൻ്റെ കത്തൊക്കെ വാങ്ങി നേരെ ഇസ്രായേലിലെ ഈ എലീശയെ കാണാനായിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന വിവരം എലീശ അറിഞ്ഞു. തൻ്റെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ സിറിയ രാജാവിൻ്റെ സൈന്യാധിപൻ എൻ്റെ അടുത്ത് കുഷ്ഠം മാറാൻ വേണ്ടി വരുന്നുണ്ട്. നീ ചെന്ന് അവനോട് പറ, തിരിച്ചു പോയിക്കൊള്ളുക, പോകുന്ന വഴി യോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി കയറിപ്പോക്കോളാൻ പറ. എന്നെ കാണാനോ പ്രാർത്ഥിക്കാനോ നിൽക്കണ്ട എന്നാ എൻ്റെ അർത്ഥം. ഇത് കേട്ടപാടെ നാമാൻ ശുഭിതനായി. എന്താണ് ശുഭിതനാകാൻ കാരണം? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ കരുതി ഞാൻ ചെല്ലുമ്പോൾ ദൈവദാസൻ ഇറങ്ങി വന്ന് കരങ്ങൾ വീശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കണമെങ്കിൽ ഇന്നതുപോലെ ഒക്കെ ശുശ്രൂഷകർ ചെയ്താലേ എനിക്ക് ഇന്ന അനുഗ്രഹം കിട്ടുള്ളൂ എന്ന് ധരിക്കുന്നതാണ് ആത്മീയതയിൽ നമുക്ക് പറ്റുന്ന പരാജയം. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. ഇവിടെ എന്താണ് ക്ഷുഭിതനായി നിൽക്കുന്ന നാമാനോട് എലീശയുടെ ശിഷ്യൻ പറഞ്ഞത്? ദൈവദാസൻ പറഞ്ഞത് അനുസരിക്കേ. ദൈവം പറയുന്നത് അനുസരിക്കുമ്പോഴാണ് നമ്മളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു ശുശ്രൂഷകൻ കൈ ഉയർത്തുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ആകണമെന്നില്ല. ദൈവം പറയുന്നതനുസരിക്കണം എന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, കാണണം, യോർദാനിലിറങ്ങി മുങ്ങണമെങ്കിൽ ഇതിനേക്കാൾ ആഴമുള്ളതും നല്ലതുമായ നദി സിറിയയിലുണ്ട്. അവിടെ മുങ്ങിയ പോരായിരുന്നോ? ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കണം. പിന്നെ ചിന്തിച്ച് കാണും, യോർദാനിലെ നദിയിൽ കുഷ്ഠം മാറാനുള്ള ഔഷധമുണ്ടോ? പക്ഷേ ശരീരത്ത് കുഷ്ഠമാണ്, എന്തും ചെയ്യാൻ തയ്യാറാ. അദ്ദേഹം നേരെ യോർദാനിലിറങ്ങി ഓരോ പ്രാവശ്യവും മുങ്ങി തിരിച്ച് പൊങ്ങിക്കഴിയുമ്പോൾ ശരീരത്തിൽ നോക്കും, കുഷ്ഠം മാറിയിട്ടില്ല. എങ്കിലും 7 പറഞ്ഞത്, 7-ാം പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, നാമാന്റെ ശരീരം
ഒരു കുഞ്ഞിൻ്റെ മൃദുലതയുള്ള ശരീരം പോലെ രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ഇതിനു മുമ്പ് യോർദാനിലിറങ്ങി ആരുടെയും കുഷ്ഠം മാറിയിട്ടില്ല. അപ്പൊ ഈ വെള്ളത്തിന്റെ ഗുണമല്ല, യോർദാനിലെ അത്ഭുതമല്ലിത്. ഇത് ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോൾ ആ വ്യക്തിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 12 വയസ്സുള്ള ഒരു ബാലനെ അവൻ്റെ അപ്പനും അമ്മയും കൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നു. രോഗികൾ കിടക്കുന്ന സ്ഥലത്ത് അവനെ സ്റ്റേജിൻ്റെ വലതു സൈഡിൽ കിടത്തിയിട്ട് ഇവർ ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ ഇവനെ നട്ടെല്ലില് ക്യാൻസർ വന്നു. ഈ കൊച്ചിന് നടുവിന് കീഴോട്ട് ബലം നഷ്ടപ്പെട്ടു. അവന് എല്ലാ ചികിത്സകളും പരാജയത്തിലായി. അപ്പൊ സൗഖ്യപ്പെടും എന്ന് ആളുകൾ പറഞ്ഞതുകൊണ്ട് ഈ കൊച്ചിനെയും കൊണ്ട് അവിടെ വന്ന് കിടത്തിയിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം 2-ാം ദിവസം രോഗശാന്തി ആരാധന നടക്കുകയാണ്. ആരാധന മധ്യേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, പകുതിയായപ്പോൾ ഒരു ഉൾപ്രേരണ, വിഷനോ ദർശനോ എന്നൊന്നും പറയാൻ പറ്റില്ല. കിടപ്പ് സ്ഥലത്ത് കിടക്കുന്ന രോഗികൾ അങ്ങനെ കിടക്കാൻ ആഗ്രഹിക്കാതെ എഴുന്നേറ്റ് ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കാൻ ആഗ്രഹിക്കുക. കാരണം ബൈബിളിൽ ഒരു വചനമുണ്ട്. ഈശോ പറഞ്ഞത്, നീ എന്താഗ്രഹിക്കുന്നോ 100 ഇരട്ടിയായി എൻ്റെ സ്വർഗീയ പിതാവ് നിനക്ക് തരും. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഇത് സംഭവിക്കും എന്ന് വിശ്വസിക്കണം. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. വചനത്തിൻ്റെ പിൻബലമുണ്ടതില്. 38 വർഷമായി തളർവാത രോഗം പിടിപെട്ട ഒരു രോഗി ബെസയ്യ കുളക്കരയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അവന്റെ അടുത്ത് ഈശോ വന്നു. എന്നിട്ട് അവനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് വേണയാകട്ടെ, നമ്മുടെ രോഗം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, ഇതിൽ നിന്നും വിടുതൽ, മോചനം യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് നേടിയിരിക്കും. ഇത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. അവൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആളില്ല. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സുഖപ്പെടുത്തുവാൻ യേശു തയ്യാറാണ്. ആ നിമിഷം യേശു അവന്റെ കരങ്ങളിൽ പിടിച്ചു. 38 വർഷമായി തളർന്നു കിടന്ന രോഗി എഴുന്നേറ്റ് നടന്നതായി ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഇത് കള്ളമല്ല, ഇത് സത്യമാണ്. വചനം സത്യമാണ്. എങ്കിൽ ഈ കിടക്കുന്ന രോഗികൾ അങ്ങനെ കിടക്കാൻ ആഗ്രഹിക്കേണ്ട, എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ പറഞ്ഞു. പറ്റില്ലാത്തവരെ കൂടെ വന്ന് ബന്ധുക്കൾ സഹായിക്കാൻ പറഞ്ഞു. 1, 2, 3 കുറച്ച് വരാൻ തുടങ്ങി. ഏറ്റവും അവസാനം ഈ മകൻ അവൻ്റെ അപ്പനും അമ്മയെയും 2 തോളിലും അവൻ്റെ കരങ്ങൾ വെച്ച് മുൻപോട്ട് കൊണ്ടുവന്ന് കാലുകുത്താൻ പറ്റുന്നില്ല. എങ്കിലും അവർ വിശ്വസിക്കുക. എന്നിട്ട് അവർ ഈ കൊച്ചിനെ ഓഡിറ്റോറിയത്തിലല്ല, തോളെ പിടിച്ച് നേരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന ഇടന്നുള്ളിച്ച് വെച്ചിരിക്കുന്നു. അവിടെ കൊണ്ട് നിർത്തി. ആരാധന അവസാനിച്ചു. അപ്പോൾ ഇവർ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഈ കൊച്ചിൻ്റെ അമ്മ മൈക്ക് മേടിച്ചിട്ട് കരയുക, വാക്കുകളില്ല പറയാൻ. അപ്പം മേടിച്ചിട്ട് പറഞ്ഞു, ഇവനെ നടക്കില്ലായിരുന്നു, ഇപ്പോൾ അവൻ്റെ കാലിന് ബലമുണ്ട്, ഇപ്പോൾ ഈ സ്റ്റേജിൽ കയറിക്കഴിഞ്ഞ് ഇവൻ പതുക്കെ നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 1-2 ആഴ്ച കൂടി അവർ ധ്യാനത്തിലേക്ക് കൂടി അവനെ പരസഹായം കൂടാതെ നടക്കാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളും ആഗ്രഹിക്കണം. അപ്പൊ ഏതായാലും ഇവരും യേശുവിന് തരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചു, ആഗ്രഹിച്ചു. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇനിയും രണ്ടാമത്തെ ഉടമ്പടി ദൈവം സ്ഥാപിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഉടമ്പടിയിൽ ഒരേ ഒരു വ്യത്യാസം ദൈവം വരുത്തി. എന്താണ് വ്യത്യാസം? ബലിവസ്തു മാറ്റി പകരം തൻ്റെ പ്രിയപുത്രനെ കുഞ്ഞാടിൻ്റെ സ്ഥാനത്ത് ദൈവം നിർത്തി. അതുകൊണ്ടാണ് സ്നാപകൻ പറഞ്ഞത്, ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പൊ ഈ കുഞ്ഞാടായ ക്രിസ്തു വധിക്കപ്പെടുകയാണ്. ആ വധിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ മാംസവും രക്തവും നമ്മുടെ പാപമോചനത്തിനായി അവിടുന്ന് നൽകി. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണിത്. നേരത്തെ അത് കുഞ്ഞാടിൻ്റെ ശരീരമായിരുന്നു, ഇത് എൻ്റെ ശരീരമാണ്. എന്നിട്ട് അടുത്ത വചനം പറയുന്നു, അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അരുളി ചെയ്തു, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാ. അപ്പൊ പഴയ ഉടമ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തമായിരുന്നുവെങ്കിൽ പുതിയ ഉടമ്പടിയിൽ ഇത് ആരുടെ രക്തമാ? എൻ്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ലത്തീൻ കുർബാനയിൽ പറയുന്നുണ്ട്, ഉദാശ വചനങ്ങൾ ഉച്ചരിച്ച ശേഷം യേശുവിൻ്റെ ശരീരം കരങ്ങളിൽ ഉയർത്തി ജനമധ്യത്തിലേക്ക് നീട്ടിക്കൊണ്ട് വൈദികൻ പറയും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്നവൻ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും മോചിക്കുന്നു. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം, ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ മാനവകുലത്തിൻ്റെ രക്ഷയാണ്. ഒരു മനുഷ്യന് ഏതെല്ലാം മേഖലകളിൽ എവിടെയെല്ലാം വിമോചനവും രക്ഷയും വിടുതലും ആവശ്യമാണോ ആ മേഖലകളിലെല്ലാം അത് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. എഫെസസ്സുകാർക്ക് ലേഖനത്തിൽ ഒരു വചനമുണ്ട്, 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത വിധം നമുക്ക് ക്രിസ്തുവിൽ പാപമോചനം, അവൻ്റെ രക്തത്തിലൂടെ നമുക്ക് രക്ഷയും. അപ്പൊ പിതാവായ ദൈവം തൻ്റെ കൃപയുടെ സമൃദ്ധി നമ്മുടെ മധ്യേ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. യേശുവിൻ്റെ രക്തത്തിലൂടെ നൽകപ്പെട്ട പാപമോചനം അവൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പത്രോസിന്റെ 1-ാം ലേഖനത്തില് 1-ാം അധ്യായം ഈ 18-19 വാക്യങ്ങളിൽ മറ്റൊരു വചനം കിടപ്പുണ്ട്. വചനം ഇങ്ങനെയാണ്, പിതാക്കന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ച നശ്വരമായ ജീവിത രീതിയിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊടുത്തല്ല. അപ്പൊ ഈ ലോക ജീവിതം നശിച്ചു പോകുന്ന ജീവിതമാണ്, മണ്ണോട് മണ്ണായി തീരേണ്ട ജീവിതമാണ്. ഈ ജീവിതത്തിൽ നിന്നും അനന്തതയിലേക്ക്, നിത്യതയിലേക്ക്, നശിക്കാത്ത ജീവിതത്തിലേക്ക്, ചുരുക്കി പറഞ്ഞാൽ നിത്യജീവനിലേക്ക് നാം വീണ്ടെടുക്കപ്പെട്ടത്. അതായത് വീണ്ടെടുക്കുകയാണ്. അങ്ങോട്ട് പോയതാണ്, അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തു. കിണറ്റിൽ പോയ ഒരാളെ അവിടുന്ന് കരയ്ക്ക് കയറ്റിയെടുത്തു എന്ന് പറഞ്ഞതുപോലെ ഈ പാപത്തിന്റെ കുഴിയിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത്
കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശുവിൻ്റെ അമൂല്യ രക്തത്താൽ. അപ്പൊ ഇവിടെ പത്രോസ് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത മൂല്യത നിർണയിക്കാൻ പറ്റാത്ത രക്തമാണ്. സകല പാപങ്ങളും കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുവിൻ്റെ കറയില്ലാത്ത കളങ്കമില്ലാത്ത ഈ രക്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെ വാക്യങ്ങൾ. അവിടെ പറയുന്നത്, അവൻ അവിടെ പ്രവേശിച്ച് നമുക്ക് നിത്യരക്ഷ സാധിച്ചു തന്നത് കോലാളികളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തം കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ, പുരോഹിതനായ അഹറോൻ മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിന് ഈ ദഹനബലിപീഠത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞാടോ കാളക്കുട്ടിയോ ഉണ്ടായിരുന്നു. ഇതിൻ്റെ രക്തം കൊണ്ടായിരുന്നു അവിടെ അഹറോൻ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ബലിവസ്തു കയ്യിലുണ്ടായിരുന്നു. എന്നാൽ നിത്യരക്ഷ മാനവകുലത്തിന് നൽകുന്നതിന് കാൽവരിയാകുന്ന യാഗപീഠത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ശൂന്യമായ കൈകളായിരുന്നു. ബലിവസ്തു ആ കയ്യിലില്ല. കവലാടോ ചെമ്മരിയാടോ കാളക്കിടാവോ ഒന്നുമില്ല, ചെങ്ങാലിയില്ല. ശൂന്യമായ കൈകളുമായി നിത്യപുരോഹിതനായ യേശു ബലിപീഠത്തിലേക്ക് വന്നു. എന്നിട്ടോ ഈ പുരോഹിതൻ ബലിയായി തീർന്നു. അതാണ് പാപപരിഹാരത്തിന് ദൈവം തൻ്റെ പുത്രനെ യാഗമാക്കിയ പരമയാഗം. ഏറ്റവും വലിയ ബലിയാണിത്. എന്നിട്ട് പിന്നെ പറയുന്നു പൗലോസ്, കോലാടിൻ്റെയോ കാളക്കിടാവിൻ്റെ രക്തമല്ല, സ്വന്തം രക്തം ചിന്തി. അഹറോൻ ഒരിക്കലും തൻ്റെ രക്തം ചിന്തിയിട്ടില്ല, സ്വന്തം രക്തം ചിന്തി. എന്നിട്ട് അടുത്ത വചനം പറയുന്നു, എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം. അതാണ് ഈ രക്തത്തിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിനാൽ ഒരു കളങ്കവുമില്ലാത്ത ജനിച്ച യേശുക്രിസ്തു, ആ യേശുവിന്റെ രക്തം നിർജീവ പ്രവൃത്തികളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കും. ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്നും ജീവനുള്ള അവസ്ഥയിലേക്ക് നമ്മെ വിശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. ഇനി മറ്റൊരു കാര്യം, ഇനിയും പാപപരിഹാരത്തിന് പഴയ ബലി തുടരേണ്ടതുണ്ടോ? പഴയ ബലി ഉണ്ടോ? ഇല്ല, പഴയ ബലി തീർന്നു. അതായത് എബ്രായരുടെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഈ വചനം. അവിടെ പൗലോസ് പറയുന്നു, ബലികളും കാഴ്ചകളും ഇനി ദൈവം സ്വീകരിക്കുകയില്ല. ദൈവപ്രീതിക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ഇനി നമ്മൾ അർപ്പിക്കുന്ന ബലികളും കാഴ്ചകളും അവിടുന്ന് സ്വീകരിക്കുകയില്ല. കാരണം അവിടുത്തെ ഹിതം നിറവേറ്റാൻ പുത്രൻ വന്നു കഴിഞ്ഞു. നമുക്കൊന്ന് കൈയടിച്ചു നന്ദി പറയാം. അവിടുത്തെ ഹിതം നിറവേറ്റാൻ പുത്രൻ വന്നു കഴിഞ്ഞു. വരുന്നു ഞാൻ പിതാവേ, നിന്റെ തിരുവുള്ളം നിറവേറ്റാൻ. അവൻ എൻ്റെ
ഹിതം നിറവേറ്റും. ഞാൻ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റും. അത് വിജയപ്രദമായി പൂർത്തീകരിക്കും. അത് വിജയപ്രദമായി പൂർത്തീകരിച്ചതിൻ്റെ അടയാളമാണിത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ. ഇത് പറഞ്ഞപ്പോൾ അവൻ തളരാതിരിക്കുവാൻ ഒരു ദൈവദൂതനെ ഗെത്സമനിയിലേക്ക് ദൈവം അയച്ചു. വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. ഈ സമയം സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി. എന്നിട്ട് പറയുന്നു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ പുത്രൻ വന്നിരിക്കുന്നു. അടുത്ത വചനം പറയുന്നു, എൻ്റെ പിതാവ് എനിക്കൊരു ശരീരം തന്നു. എന്തിനാണ് വചനമായ പുത്രന് മാംസം കൊടുത്തത്? ഇതുപോലെ മുറിയാൻ, മുറിഞ്ഞ് പകരാൻ, ഇങ്ങനെ ചിന്താൻ, അങ്ങനെ മാമനകുലത്തിന് രക്ഷ കൊടുക്കുവാൻ, അപൂർണതയുള്ള മനുഷ്യൻ പൂർണ്ണത പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നിത്. എന്നിട്ട് പിന്നെ പറയുന്നു, രണ്ടാമത്തെ ഉടമ്പടി സ്ഥാപിക്കുന്നതിന് ആദ്യത്തെ ഉടമ്പടി അവൻ അസാധുവാക്കി. പുത്രൻ ആദ്യത്തെ ഉടമ്പടി അസാധുവാക്കി കളഞ്ഞു. രണ്ടാമത്തെ ഉടമ്പടി അവിടുന്ന് സ്ഥാപിച്ചു. അതിന് അധികാരം പുത്രനിലുണ്ടോ? അതേ പുത്രൻ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു. ഇനി പിതാവ് വസിക്കുന്നത് എവിടെയാ? ഈ പിതാവ് വസിക്കുന്നത് എവിടെയാ? യോഹന്നാന്റെ സുവിശേഷം 14:10 പറയുന്നുണ്ട്. യേശു പറയുന്നു ഫിലിപ്പോസിനോട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു. പിതാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, ഞാൻ പിതാവിൽ വസിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നില്ലേ? പിതാവിനെ തേടി, പിതാവിനെ കാണാൻ നിങ്ങൾ ഒരിടത്തും പോകണ്ട. എന്നെ നോക്ക, എൻ്റെ ഉള്ളിൽ പിതാവുണ്ട്. വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട് എന്നിൽ പിതാവ് വസിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ ഞാൻ പറയുന്ന വാക്കുകളല്ല. എന്നിൽ വസിക്കുന്ന എൻ്റെ പിതാവ് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചു, അടക്കപ്പെട്ടിട്ട് 4 ദിവസമായി. നമുക്കറിയാം, കുഴിയിൽ വെച്ച ഡെഡ് ബോഡി 4 ദിവസം കഴിയുമ്പോൾ അവസ്ഥ എന്താണ്? യേശു ശവകുടീരത്തിൻ്റെ അടുത്ത് വന്നു. ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞു. പേര് ചൊല്ലി വിളിച്ചു. ഉടനെ ലാസർ ആ കുഴിമാടത്തിൽ നിന്ന് വന്നു എന്നതിനപ്പുറം മറ്റൊന്നുണ്ട്. ലാസറിന്റെ മണ്ണോട് മണ്ണായി തീരേണ്ട ശരീരമാണ് അവിടെയുള്ളത്. ആത്മാവ് ദൈവസന്നിധിയിലാണ്. പക്ഷേ എല്ലാറ്റിനെയും ഉടയവനായവൻ ലാസറേ എന്ന് വിളിച്ചപ്പോൾ ആത്മാവായി മാർത്തയുടെയും മറിയത്തിൻ്റെയും മുന്നിൽ വന്നാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ആത്മാവ് ഈ അഴുകിയ ശവശരീരത്തിൽ വന്നപ്പോൾ അതിന് രൂപവും ഭാവവും ഒക്കെ ഉണ്ടായി. അതായത് ശരീരമൊന്നിനും കൊള്ളില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ആത്മാവ് തിരിച്ചു വന്നു. ഇതുപോലെ അവൻ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവനിൽ പിതാവ് വസിക്കുന്നു എന്ന് വിശ്വസിക്കണം. അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന വചനങ്ങൾ എൻ്റെ സ്വന്തമല്ല, എൻ്റെ പിതാവ് പറയുന്നതാ.
അതുകൊണ്ട് അത്ഭുതം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം ഈ 15-ാം വാക്യത്തിൽ ഒരു സംഭവമുണ്ട്. യേശു ഈ നായിയാൻ എന്ന ഗ്രാമത്തിലൂടെ പോകുകയാണ്. ഒരു ശവശരീരം പേറിക്കൊണ്ട് കുറേ ആളുകൾ പോകുന്നു. യേശുവിൻ്റെ ദൃഷ്ടി ആളുകളിലേക്കോ ശവശരീരത്തിലോട്ടോ ആയിരുന്നില്ല. ഇതിൻ്റെ പിന്നിൽ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ പോകുന്നുണ്ട്. ഈ കരയുന്ന സ്ത്രീയിലേക്കായിരുന്നു യേശുവിൻ്റെ ദൃഷ്ടി പതിഞ്ഞത്. ആര് സങ്കടപ്പെടുന്നോ, ആര് വേദനിക്കുന്നോ, അവരെ യേശു നോക്കും, അവരുടെ അടുത്തേക്ക് വരും, അവരെ ആശ്വസിപ്പിക്കുവാൻ. അവനല്ലാതെ ആർക്കും ഈ സങ്കടം മാറ്റാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ആ സ്ത്രീ എന്തിനാണ് കരയുന്നത്? അന്വേഷിക്കാൻ പറഞ്ഞു. അവർ പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നു. അവർ യേശുവിനോട് പറഞ്ഞു, ആ സ്ത്രീയുടെ ഏക മകനാണ് മരിച്ചത്, അവൾ ഒരു വിധവയാണ്. അപ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ ആഴം, അവളുടെ ഭർത്താവ് മരിച്ചു, ആ ദുഃഖം അവൾ താങ്ങി. ഒരു മകനുണ്ട്, അവന് വേണ്ടി ജീവിച്ചു, അവനും മരിച്ചു. ഇനി എന്താണ് ഈ ദുഃഖം? ആർക്ക് താങ്ങാൻ പറ്റും? അവൻ പെട്ടെന്ന് മുൻപോട്ട് നടന്നു, ആ സ്ത്രീയോട് പറഞ്ഞു, കരയരുതേ എന്ന് പറഞ്ഞു. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും കരയാതിരിക്കാൻ പറ്റുമോ? സങ്കടത്തിൻ്റെ കാരണം ആ ശവശരീരം താങ്ങുന്ന മഞ്ചത്തിലുണ്ട്. അവിടെ കരയരുതെന്ന് പറഞ്ഞു. എന്നിട്ടവൻ പെട്ടെന്ന് മുൻപോട്ട് നടന്നു. ആ ശവമഞ്ചത്തിൽ അവൻ വിരൽ സ്പർശിച്ചു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ശവമഞ്ചം പേറിയവർ അവിടെ നിന്നു. വിളിച്ചു പറഞ്ഞ വാക്കിതാ, ഏ യുവാവേ, നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേൽക്കാൻ. ഞാൻ, അത് അഹങ്കാരത്തിന്റെ വാക്കല്ല. പണ്ട് മോശയോട് പറഞ്ഞു, ഞാൻ ആകുന്നവൻ ആകുന്നു. എന്താകുന്നു? അതെല്ലാം ഞാനാണ്. ഞാൻ പറയുന്നു, എഴുന്നേൽക്കാൻ. ശവമഞ്ചം പേറിയവർ ഈ ബോഡിയുമായി നിന്നു. എന്നാൽ ഈ ഡെഡ് ബോഡി ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു. നമ്മളാണ് എന്തു ചെയ്യും? വെട്ടിയിട്ടിട്ട് ഓടും. മരിച്ചുള്ള എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷേ വീട്ടിൽ നിന്നും അടക്കം ചെയ്യുവാൻ അന്ത്യകർമ്മങ്ങൾ നടത്തി കൊണ്ടുപോയ ശവശരീരം തിരിച്ചു നടന്ന് അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോയി. ഇതാണ് പിതാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ അടയാളം. എൻ്റെ പ്രവൃത്തികളിൽ നിന്നും ഞാൻ പറയുന്ന വാക്കുകളിൽ നിന്നും നിങ്ങൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ആ യേശുവിനെ നാം സ്വീകരിച്ചാൽ നമ്മുടെ ഉള്ളിൽ യേശു മാത്രമല്ല, ഈ പിതാവും പുത്രനും ഒരുമിച്ച് വന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശുമരണത്തിന് അനന്തയോഗ്യതയുണ്ട്. അനന്തയോഗ്യതയാണ്. യെശയ്യാ പ്രവചനം 53:10 പറയുന്നുണ്ട്, ദൈവം അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ അവൻ സമർപ്പിക്കുമ്പോൾ തൻ്റെ സന്തതി പരമ്പരയുടെ ദീർഘായുസ് പ്രഖ്യാപിക്കപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ പാപപരിഹാര ബലിയായി ഒരു ബലിമൃഗത്തെ ബലിയർപ്പിക്കുവാൻ വേണ്ടി അല്ല പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. യേശു ജനിക്കുന്നതിന് യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് യെശയ്യായിലൂടെ അവന്റെ യാഗത്തെക്കുറിച്ച് ഇതാ പ്രവചിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ യാഗം സന്തതി പരമ്പര. ഇന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഞാൻ ചെയ്ത പാപം മോചിക്കപ്പെട്ട്
എനിക്ക് നിത്യജീവൻ മാത്രമല്ല, ഇനി ജനിക്കാനിരിക്കുന്ന സന്തതി പരമ്പരയുടെ ദീർഘായുസ് എന്ന് പറഞ്ഞ നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത ഭാഗമാണ് യെശയ്യായിൽ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് യേശുക്രിസ്തുവിലൂടെ പൂർണ്ണതയുള്ളവരായി തീരാം, നിത്യജീവന് യോഗ്യതയുള്ളവരായി തീരാം, അതിനുവേണ്ട കൃപയും അനുഗ്രഹവും നല്ലവനായ ദൈവം നമുക്ക് നൽകട്ടെ. വചനം നമ്മളിൽ മാംസം ധരിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. സ്നേഹം മാത്രമായ കർത്താവേ, നിന്റെ അമൂല്യ രക്തം, വില നിർണയിക്കാൻ പറ്റാത്ത രക്തം ഞങ്ങൾക്ക് വേണ്ടി നീ ചിന്തി. നിന്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ബലഹീനരും പാപികളുമായ ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കുവാൻ ഇട നൽകണമേ. പുത്രൻ്റെ ഉള്ളിൽ വസിക്കുന്ന പിതാവായ ദൈവമേ, താൻ ആരാണ്, താൻ എന്താണെന്ന് ലോകത്തിന് നീ വെളിപ്പെടുത്തി കൊടുത്തല്ലോ നിന്റെ പ്രിയപുത്രനിലൂടെ. പിതാവും പുത്രനും ഞങ്ങളുടെ ഉള്ളിലും വന്ന് ഞങ്ങളെ ഇതുപോലെ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കൃപ നൽകണമേ. ഞങ്ങളിലെ മാലിന്യങ്ങളും ഞങ്ങളിലെ കുറവുകളും എല്ലാം നീക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ പൂർണ്ണമായി രണ്ട് കരങ്ങളും ഉയർത്തി അടുത്ത് നിൽക്കുന്ന ആളിനെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഒരാൾക്ക് എത്രമാത്രം ശബ്ദത്തിൽ സ്തുതിക്കാമോ അത്രയും ശബ്ദത്തിൽ നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. സ്വർഗം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചു. കർത്താവേ, നിന്റെ അനന്ത സ്നേഹം, നിത്യജീവന്റെ നീർച്ചാലുകൾ ഞങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. അഭിഷേകത്തിന്റെ അഗ്നി ഞങ്ങളിൽ ജ്വലിക്കുവാൻ ഇട നൽകണമേ. കർത്താവേ, കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാൻ പുത്രന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളെല്ലാവരും പുതിയ സൃഷ്ടികളായി മാറട്ടെ. ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ യാത്രയാകട്ടെ. നിന്നെ അറിയുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, സ്തുതി, സ്തോത്രം. യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശുവേ, യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാവരും എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ, കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. ഒരിക്കൽ കൂടി. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും, സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. ചേർന്ന് പാടാം.
മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും,